വൈദ്യശാസ്ത്ര മേഖലയിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതും പ്രവാചക ചികിത്സാവിധിയുമായ ഹിജാമ അഥവാ കൊമ്പുവെക്കൽ ജനകീയമാവുകയാണ്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് നിർദ്ദേശിക്കുകയും ചെയ്ത ഹിജാമക്ക് ആഗോളതലത്തിൽ പ്രശസ്തി ഏറിവരികയാണ്. കേരളത്തിൽ യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയോടൊപ്പമാണ് അതിന്റെ പ്രധാന റെജിമെന്റൽ തെറാപ്പിയായ ഹിജാമക്കും പ്രചാരമേറി വന്നത്. യുനാനി ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സെന്ററുകളിലുമായി നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഹിജാമയ്ക്ക് വേണ്ടി ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിജാമ നടക്കുന്ന മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ ക്യാമ്പുകളിലായി മാത്രം 10,000-ലധികം പേർ ഹിജാമ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. ഇനി ഹിജാമയെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ഡയറക്ടറും ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ഹാഫിദ് UK മുഹമ്മദ് ഷരീഫ് KMC ന്യൂസിൽ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർക്ക് KMC ന്യൂസിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിജാമ? എന്തിനൊക്കെയാണ് ഇത് ചെയ്തു വരുന്നത്? ശരീരത്തിന്റെ നിശ്ചിത പോയിന്റുകളിൽ ഹിജാമയുടെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് പ്രത്യേക രൂപത്തിൽ അശുദ്ധരക്തം പുറത്തെടുത്തു കളയുന്ന രീതിയെയാണ് ഹിജാമ എന്ന് വിളിക്കുന്നത്. പണ്ടുകാലത്ത് ഇതിനുവേണ്ടി മൃഗങ്ങളുടെ കൊമ്പുകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് കൊമ്പുവെക്കൽ എന്ന പേര് മലയാളത്തിൽ വരാൻ കാരണം. പിന്നെ ആഗോളതലത്തിൽ ഹിജാമ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഹിജാമ ചെയ്തു വരുന്നുണ്ട്. രക്തം ശുദ്ധീകരണം നടക്കുന്നതിലൂടെ ചർമ്മരോഗങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. വിട്ടുമാറാത്ത തലവേദനകൾ പോലത്തെ കഫരോഗങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. സന്ധിരോഗങ്ങൾ, പ്രത്യേകിച്ചും നടുവേദന, മുട്ടുവേദന, തോള്, കഴുത്ത്, മടമ്പ് വേദനകൾ തുടങ്ങിയ സന്ധിരോഗങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ചും യൂറിക് ആസിഡും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പോലത്തെ നിരവധി ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും ഹിജാമ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരഭംഗി വർദ്ധിപ്പിക്കാനും ഹിജാമ ചെയ്തു വരുന്നു. ഹിജാമയും യുനാനി വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? താങ്കൾ ഡയറക്ടറായ മാർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ ഹിജാമ എത്രത്തോളം നടക്കുന്നുണ്ട്? ഹിജാമയുടെ മുഴുവൻ വശങ്ങളും ഗഹനമായി പഠിപ്പിക്കുന്നത് യുനാനി വൈദ്യശാസ്ത്രത്തിൽ മാത്രമാണ്. യുനാനിയുടെ അടിത്തറ പാകിയ ബുഖറാത്തിന്റെ കിതാബുൽ ഹിജാമ വൽ ഫസദ് മുതൽ യുനാനിയിൽ കടന്നുവന്ന നൂറുകണക്കിന് വിശഗ്ധരന്മാർ ഹിജാമയെക്കുറിച്ചുള്ള വിശദമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുനാനി ബിരുദധാരി അല്ലെങ്കിൽ 5.5 വർഷത്തെ BUMS കോഴ്സ് എടുത്ത ഒരു യുനാനി ഡോക്ടർ ഹിജാമയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ചിരിക്കും. അതാണ് യുനാനി വൈദ്യശാസ്ത്രവും ഹിജാമയും തമ്മിലുള്ള ബന്ധം. പിന്നെ കേരളത്തിൽ 30ഓളം വരുന്ന യുനാനി ഡോക്ടർമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന യുനാനി ഹോസ്പിറ്റലുകളിൽ ഹിജാമ നടന്നുവരുന്നു. അവയിൽ ഏറ്റവും കൂടുതൽ ഹിജാമ ഇന്ന് നടക്കുന്നത് മർക്കസ് യുനാനി ഹോസ്പിറ്റലിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ഹിജാമ തിയേറ്ററുകളിലായി നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഹിജാമ ക്യാമ്പുകളിലായി മാത്രം 10,000-ലധികം പേരാണ് ഹിജാമയുടെ സേവനം മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ നിന്നും നേടിയത്. ഒരു പ്രവാചക ചികിത്സാവിധിയാണ് ഹിജാമ എന്ന് എങ്ങനെ പറയാം? വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഹിജാമക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ് ഹിജാമ കൂടുതൽ ജനകീയമാവുന്നത്. നിരവധി ഹദീസുകളിൽ, ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നിരവധി ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമയെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ബുഖാരിയിലുള്ള തീർച്ചയായും നിങ്ങളുടെ ചികിത്സകളിൽ ഏറ്റവും നല്ലത് ഹിജാമയാണ് എന്ന ഹദീസും, മുസ്ലിമിൽ വന്ന തീർച്ചയായും ഹിജാമയിൽ രോഗശമനമുണ്ട് തുടങ്ങിയ ഹദീസുകൾ ഈ വിഷയത്തിൽ വളരെ ഏവർക്കും വായിക്കാൻ കഴിയും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശരീരത്തിൽ ഹിജാമ ചെയ്യിപ്പിക്കുകയും സഹാബാക്കളുടെ ഇടയിൽ പലപ്പോഴും ഹിജാമ ചെയ്യിക്കുക ഒരു പതിവായിട്ടുള്ള ഒരു ചികിത്സയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ
ഒരു പ്രവാചക ചികിത്സാ വിധിയായും ഹിജാമ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഹിജാമക്ക് സൗകര്യമുള്ളത്? ഹിജാമയ്ക്ക് വേണ്ടി ജനങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ 30ഓളം വരുന്ന ഹോസ്പിറ്റലുകളിൽ, യുനാനി ഹോസ്പിറ്റലുകളിൽ ഹിജാമ നടന്നു വരുന്നു. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഹൈജീനിക്കായ കണ്ടീഷനിൽ നടത്തപ്പെടുന്ന ഹിജാമ സെൻ്ററുകളെയാണ് നാം സമീപിക്കേണ്ടത്. പിന്നെ ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ പോയിന്റുകളിലാണ് ചെയ്യേണ്ടത് തുടങ്ങി അതിൻ്റെ എല്ലാ വശവും അറിയുന്ന ഒരു യുനാനി ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കണം ഹിജാമ നടത്തപ്പെടേണ്ടത് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കുക. പുതിയ ലോകത്തെ ആരോഗ്യ പരിസ്ഥിതിയിൽ ഹിജാമയുടെ പ്രസക്തി എത്രത്തോളമുണ്ട്? ഇന്നത്തെ ആരോഗ്യ പ്രതിസന്ധിക്ക് ഹിജാമ വലിയ പരിഹാരമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളി ഇന്ന് ഏതെങ്കിലും പകർച്ചവ്യാധികളല്ല, മറിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം വിളിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. ഹാർട്ടിന് രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ലിവർ രോഗങ്ങളും സ്ട്രോക്ക് പോലത്തെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ പോലത്തെ നിരവധി രോഗങ്ങളാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യരംഗത്തെ വെല്ലുവിളി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഹിജാമക്ക് വലിയ റോൾ നിർവഹിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് നാം കഴിക്കുന്ന അമിതമായ ഭക്ഷണവും നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ശരീരത്തിൻ്റെ ചലനങ്ങളുടെ കുറവുമാണ്. അപ്പോൾ ഹിജാമ നിർവഹിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ടോക്സിൻസ്, ശരീരത്തിൽ നിന്നും അശുദ്ധ രക്തം പുറത്തു പോകുന്നത് കൊണ്ട് ഈ രോഗങ്ങൾക്ക് മൊത്തത്തിലും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഫലം ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധിക്ക് ഹിജാമ വലിയ പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നന്ദി ഡോക്ടർ UK ഷെരീഫ്, KMIC ന്യൂസിനോടൊപ്പം ചേർന്ന ഹിജാമയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിന്. താങ്ക് യു. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇന്ത്യൻ സമയം 2 മണി മുതൽ 3 മണി വരെ KMICയിൽ ഡോക്ടറോട് ചോദിക്കാമെന്ന പ്രോഗ്രാമിന് ഡോക്ടർ UK ഷെരീഫ് നേതൃത്വം നൽകുന്നുണ്ട്. ആരോഗ്യപരമായ വിവിധ സംശയങ്ങൾക്കാണ് ഡോക്ടർ UK ഷെരീഫ് പ്രോഗ്രാമിൽ മറുപടി നൽകുന്നത്.